മൈത്രേയ മുനി തുടരുകയാണ്. വിദുരരെ, എല്ലാവരും ഇപ്രകാരം ഭയചകിതരായി നിൽക്കുമ്പോൾ ഭഗവാൻ ശ്രീശിവന്റെ അനുചരന്മാർ യാഗശാലയിൽ പ്രവേശിച്ച് യജ്ഞത്തിന് ഭംഗം വരുത്തി. അവരിൽ ചിലർ നന്നേ ഉയരം കുറഞ്ഞവരും, ചിലർ കപിലവർണ്ണത്തോടു കൂടിയവരും, വേറെ ചിലർ മഞ്ഞ നിറമുള്ളവരുമായിരുന്നു. കൈകളിൽ നാനാവിധത്തിലുള്ള ആയുധങ്ങളുമേന്തി അവരെല്ലാം തലങ്ങും വിലങ്ങും പാഞ്ഞു നടന്നു. ഇങ്ങനെ ഇവരെല്ലാം ഭയചകിതരായി ഉണ്ടായ ദുർനിമിത്തങ്ങളിൽ ഭീതിതനായി ദക്ഷനും നിന്ന സമയത്ത് വിദുരരെ, ശ്രീശിവന്റെ അനുചരന്മാർ യാഗശാലയിൽ അങ്ങനെ പ്രവേശിച്ചു. കൊടുങ്കാറ്റ് കയറുന്നത് പോലെ അങ്ങ് കയറി. എന്നിട്ട് എന്ത് ചെയ്തു? യജ്ഞത്തിന് ഭംഗം വരുത്തി. കൊടുങ്കാറ്റ് എങ്ങനെയാ? ഒരു സ്ഥലത്ത് പ്രവർത്തിച്ചാൽ അവിടെ നാശം ഉണ്ടാക്കുന്നത് അതേപോലെ അവരിൽ ചിലർ നന്നേ ഉയരം കുറഞ്ഞവരും. അപ്പം ഉയരവും വണ്ണവും ഒക്കെ നോക്കിയിട്ട് ആളെ വിലയിരുത്തരുത്. ഉയരം കുറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ടോ, ഉയരം കൂടിപ്പോയി എന്നുള്ളത് കൊണ്ടോ, വണ്ണം കൂടി എന്നുള്ളത് കൊണ്ടോ, വണ്ണം കുറഞ്ഞു എന്നുള്ളത് കൊണ്ടോ, ശരീരത്തിൻ്റെ നിറം ഇന്നതാണ് എന്നുള്ളത് കൊണ്ടോ കഴിവ് അധികമുണ്ടെന്നും കഴിവ് കുറവാണെന്നും അനുമാനിക്കരുത്. ആരെയും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്. അവരുടെ നിറത്തിൻ്റെ പേരിൽ, അവരുടെ ശരീരാകാരത്തിൻ്റെ പേരിൽ വിലയിരുത്തരുത് എന്നും കൂടി വ്യാസഭഗവാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അവരുടെ ശരീരാകൃതിയെ വർണ്ണിക്കുന്നത്. അവരിൽ ചിലർ നന്നേ ഉയരം കുറഞ്ഞവരും, ചിലർ കപിലവർണ്ണത്തോടു കൂടിയവരും. കപിലവർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവിട്ട് നിറത്തോടു കൂടിയവരും, വേറെ ചിലർ മഞ്ഞ നിറമുള്ളവരുമായിരുന്നു. കൈകളിൽ നാനാവിധത്തിലുള്ള ആയുധങ്ങളുമേന്തി അവരെല്ലാം തലങ്ങും വിലങ്ങും പാഞ്ഞു നടന്നു. കൊടുങ്കാറ്റ് ഹാവക്ക് സൃഷ്ടിക്കുന്നത് പോലെ ഇവരാ യാഗശാലയിൽ വിനാശം വിതച്ചു. കിഴക്ക് ദിക്കിലും പടിഞ്ഞാറ് ദിക്കിലുമുള്ള തൂണുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന പ്രാഗ്വംശ എന്ന പലകയെ ചിലർ വെട്ടിമുറിച്ചു. പടിഞ്ഞാറു വശത്ത് യജമാന പത്നിമാരിരിക്കുന്ന ശാലയെ മറ്റു ചിലർ തകർത്തു. അഗ്നിയിൽ ഹോമം നടത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നീന്ദ്രന്മാരിരിക്കുന്ന ശാലയെ വേറെ ചിലർ താറുമാറാക്കി. യജമാനന്മാരുടെ വിശ്രമസ്ഥാനത്തെയും ഭോജനശാലയെയും ചിലർ നശിപ്പിച്ചു. കൊടുങ്കാറ്റ് നശിപ്പിക്കുന്ന പോലെ കൊടുങ്കാറ്റിൻ്റെ വിവിധ നാളങ്ങൾ വിവിധ വിനാശകരമായ പ്രവൃത്തികൾ ചെയ്യുന്നത് പോലെ ശിവാംശജരായ കോപിഷ്ഠരായ ഭൂതങ്ങൾ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അവർ വരുത്തിയ വിനാശമാണ് നേരത്തെ നമ്മൾ കേട്ടത്. യജ്ഞത്തിന് ഉപയോഗിക്കുന്ന വിവിധ പാത്രങ്ങൾ ചിലർ തച്ചുടച്ചു. അതൊക്കെ നമ്മൾ ചില സിനിമയിൽ ദേഷ്യം വരുമ്പം ആൾക്കാർ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണാറുള്ളതാണ്. തച്ചുടച്ചു. ജ്വലിക്കുന്ന അഗ്നികളെ കെടുത്തി. ഹോമകുണ്ടങ്ങളിലും മറ്റും മൂത്രം വിസർജിച്ചു. അഗ്നിശാലയുടെ അതിർത്തി കാണിക്കുന്ന കയറുകൾ അറുത്ത് കളഞ്ഞു. മുഴുവനും അങ്ങ് നശിപ്പിക്കുകയാണ്. ദേഷ്യം എന്താ ചെയ്യാത്തത്? ചില രുദ്രപാർഷദന്മാർ അവിടെ ഉണ്ടായിരുന്ന മുനിമാരെ ഉപദ്രവിച്ചു. വേറെ ചിലർ അവരുടെ പത്നിമാരെ പേടിപ്പിച്ചു. മറ്റു ചിലർ പലായനം ചെയ്യുന്നവരും യാദൃച്ഛികമായി സമീപത്തെത്തിപ്പെട്ടവരുമായ ദേവന്മാരെ പിടികൂടി. ഇതൊക്കെ കൂടെ കണ്ടപ്പം ദേവന്മാർ വിചാരിച്ചു ഇനി ഇവിടെ നിന്ന് യാഗത്തിൽ സമർപ്പിക്കുന്ന ഹവിസ് ഭുജിക്കാനായിട്ട് അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, ജീവനും കൊണ്ട് ഓടുന്നത് നല്ലതാണെന്ന് വിചാരിച്ചു ഓടിയ ദേവന്മാരെ ചിലർ യാദൃശ്ചികമായി സമീപത്തെത്തിപ്പെട്ടവർ. ഇവർ പോയി തേടി പിടിച്ചൊന്നുമില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ലാസ്റ്റ് സീനിൽ ഒരു അടിപിടി ഉണ്ടാവുമ്പോൾ നടക്കുന്നത് ഏകദേശം അതേപോലെ തന്നെയാണ്. ഇതിൽ നിന്നായിരിക്കാം ആധുനിക സിനിമാ കഥാകൃത്തുക്കൾക്കും സംവിധായകന്മാർക്കും അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ ചിത്രീകരിക്കുവാനുള്ള പ്രചോദനമുണ്ടായത്. യാദൃശ്ചികമായി സമീപത്തെത്തിപ്പെട്ടവരുമായ ദേവന്മാരെ പിടികൂട്ടി. വെറുതെ ഓടിപ്പോകുന്നവരെ പിടിച്ച് 2 അടിച്ചു, 2 പൂശി. മണിമാൻ ഭൃഗു മഹർഷിയെ ബന്ധിച്ചു. ശിവപാർഷദന്മാരിൽ ഒരാളാണ് ഈ മണിമാൻ. നേരത്തെ ഓടിപ്പോയ ആളാണ്. ഇപ്പോൾ പുതിയ നേതാവിനെയൊക്കെ കിട്ടിയപ്പം പുതിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് വന്നത്. ഭൃഗു മഹർഷിയെ ബന്ധിച്ചു. വീരഭദ്രൻ ദക്ഷനെയും ബന്ധിച്ചു. ചണ്ഡീശൻ പൂഷാവിനെയും നന്ദീശ്വരൻ ഭഗനെയും പിടിച്ചു കെട്ടി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന മറ്റെല്ലാ ഋത്വിക്കുകളും ദേവന്മാരും സഭയിലുണ്ടായിരുന്ന മറ്റെല്ലാ ജനങ്ങളും കൂട്ടം കൂട്ടമായി 4 ദിക്കിലേക്കും ഓടി.
അപ്പോൾ രുദ്രപാർഷദന്മാർ കല്ലുകൾ പെറുക്കി എറിഞ്ഞു തുടങ്ങി. ഡിറ്റോ നമ്മുടെ ചില സിനിമകൾ പോലെയാണ്. എല്ലാവരെയും പിടിച്ചു കെട്ടി ഓടിപ്പോകുന്നവരെ കല്ലെറിഞ്ഞു. മുമ്പ് മരീചി തുടങ്ങിയ പ്രജാപതികൾ നടത്തിയ യാഗത്തിൽ ശ്രീ ശിവനെ ദക്ഷൻ അധിക്ഷേപിച്ചപ്പോൾ തൻ്റെ താടിരോമങ്ങൾ തടവി ചിരിച്ചുകൊണ്ടിരുന്ന ഭൃഗു മഹർഷി ഇപ്പോൾ ശ്രുവവും കയ്യിലേന്തി ഹോമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ശ്രീശിവന്റെ അവതാരം തന്നെയായ വീരഭദ്രൻ ആ ഭൃഗുവിൻ്റെ മുഖരോമങ്ങളെ പിഴുത് കളഞ്ഞു. താടിയൊക്കെ തടവി ദക്ഷൻ ശിവനെ ഹനിച്ചത് സന്തോഷത്തോടു കൂടി കണ്ടിരുന്നതാണ്. എന്നാൽ പിന്നെ നിന്റെ താടി എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് താടി പിടിച്ചങ്ങ് പിഴുത് കളഞ്ഞു. മുഖരോമങ്ങളെ പിഴുത് കളഞ്ഞു. ഇതൊക്കെ നമ്മൾ മനസ്സിൽ ഭാവന ചെയ്താൽ നമുക്ക് അറിയാതെ തന്നെ ഒരു സന്തോഷം ഉണ്ടാകും. അതാണ് ഈ ഭാവനയുടെ ഒരു പ്രത്യേകത. ഇത് വെറുതെ കേട്ടാൽ ആ സന്തോഷം ഉണ്ടാവില്ല. ഇത് ഭാവന ചെയ്യുമ്പോഴാ സന്തോഷം ഉണ്ടാവുക. ആ സന്തോഷം എന്ന് പറയുന്നത് ഈശ്വരാനന്ദത്തിൻ്റെ ഒരു അംശമാണ്. അപ്പോൾ ആ ഈശ്വരാനന്ദത്തിൻ്റെ ഒരു അംശം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയാണ്. ആ അനുഭവം നമ്മളെ അമരരാക്കി തീർക്കും. അമൃതിൻ്റെ ഒരു ചെറിയ കണിക കഴിച്ചാൽ മതി അമരത്വത്തിന്. ഈശ്വരാനന്ദം എന്ന് പറയുന്നത് അതേപോലെ അമൃതോപമമാണ്. ആ അമൃതപാനമാണ് ഇവിടെ ഭഗവാൻ നമുക്ക് വിളമ്പിത്തരുന്നത്. പ്രപഞ്ച സൃഷ്ടാക്കളായ പ്രജാപതികളുടെ സഭയിൽ വെച്ച് ഭഗവാൻ ശ്രീ പരമേശ്വരനെ ദക്ഷൻ ശപിച്ചുകൊണ്ടിരിക്കെ ഒളികണ്ണിട്ട് നോക്കി സന്തോഷത്തെ പ്രകടിപ്പിച്ചത് ഏതൊരുവനാണോ ആ ഭഗന്റെ അടുത്തെത്തി അയാളെ നിലത്ത് വീഴ്ത്തിയ ശേഷം വീരഭദ്രൻ 2 കണ്ണുകളും പറിച്ചെടുത്തു. കുറച്ച് ക്രൂരമായത് ശരിയായിപ്പോയി. എന്തിനാ ശിവനെ ശപിച്ചപ്പം നേരിട്ട് നോക്കി ചിരിക്കാനുള്ള ധൈര്യം ഈ ഭഗനില്ല. അപ്പം ഒളികണ്ണിട്ട് നോക്കി ചിരിച്ചത് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സിറ്റുവേഷനിൽ സംഭവിക്കുന്നത് പലരും മനസ്സിൽ കൊണ്ട് നടക്കും. അതുകൊണ്ട് ഓരോ സിറ്റുവേഷനിലും സൂക്ഷിച്ചു പെരുമാറണം എന്നും കൂടിയാണ് വ്യാസഭഗവാൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ജീവിത ചലനങ്ങൾ ഓരോന്നും നടത്താൻ. ജീവിതം സീരിയസ് ആയിട്ടുള്ള ഒരു അഫെയറാണ്. പ്രപഞ്ച സൃഷ്ടാക്കളായ പ്രജാപതികളുടെ സഭയിൽ വെച്ച് ഭഗവാൻ ശ്രീ പരമേശ്വരനെ ദക്ഷൻ ശപിച്ചുകൊണ്ടിരിക്കെ ഒളികണ്ണിട്ട് നോക്കി സന്തോഷത്തെ പ്രകടിപ്പിച്ചത് ഏതൊരുവനാണോ ആ ഭഗന്റെ അടുത്തെത്തി അയാളെ നിലത്ത് വീഴ്ത്തിയ ശേഷം വീരഭദ്രൻ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്തു. പരമഗുരുവായ ശ്രീ പരമേശ്വരനെ ദക്ഷൻ അവഹേളിച്ചു കൊണ്ടിരിക്കെ ഏതൊരുവനാണോ പല്ലുകൾ കാട്ടി പരിഹാസപൂർവം ചിരിച്ചത് ആ പൂഷാവിൻ്റെ ദന്തങ്ങളെ വീരഭദ്രൻ കലിംഗരാജാവിൻ്റെ പല്ലുകൾ ബലരാമൻ തല്ലിക്കൊഴിച്ചതുപോലെ നിലംപതിപ്പിച്ചു. പരമഗുരുവായ ശ്രീ പരമേശ്വരൻ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പരമഗുരുവാണ്, ലോകത്തിൻ്റെ പരമഗുരുവാണ്, ദക്ഷിണാമൂർത്തിയല്ലേ. പരമഗുരുവായ ശ്രീ പരമേശ്വരനെ ദക്ഷൻ അവഹേളിച്ചു കൊണ്ടിരിക്കെ ഏതൊരുവനാണോ പല്ലുകൾ കാട്ടി പരിഹാസപൂർവം ചിരിച്ചത്. അപ്പോൾ ഒരാൾ മറ്റൊരാളെ പരിഹസിക്കുമ്പോൾ, അധിക്ഷേപിക്കുമ്പോൾ, അവമാനിക്കുമ്പോൾ അതിൽ നേരിട്ട് പങ്കെടുക്കാതെ വികാരത്തിലൂടെ അത് പങ്കെടുത്താലും ശരിയല്ല എന്നാണ് വ്യാസഭഗവാൻ ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. മറ്റുള്ളവരുടെ അപമാനത്തിൽ സന്തോഷിക്കരുത്. മറ്റുള്ളവരുടെ അപമാനത്തിൽ പരിഹസിക്കരുത്. അവരുടെ അപമാനത്തെ ഒളികണ്ണിട്ട് നോക്കി ആസ്വദിക്കരുത്. വേറൊരാൾ നമ്മുടെ മുമ്പിൽ വെച്ച് അപമാനിതനാകുമ്പോൾ, കാരണം എന്തുമായിക്കൊള്ളട്ടെ, ആ അപമാനത്തിൽ ഒരു രീതിയിലും സന്തോഷമുണ്ടാകരുത്. ആ സന്തോഷം അപകടത്തെ ക്ഷണിച്ചു വരുത്തും. മറ്റുള്ളവരുടെ പരിഹാസത്തിലുണ്ടാകുന്ന സന്തോഷം അപകടത്തെ ക്ഷണിച്ചു വരുത്തും. അതാണ് ഇവിടെ വ്യാസഭഗവാൻ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. പരമഗുരുവായ ശ്രീ പരമേശ്വരനെ ദക്ഷൻ അവഹേളിച്ചു കൊണ്ടിരിക്കെ ഏതൊരുവനാണോ പല്ലുകൾ കാട്ടി പരിഹാസപൂർവം ചിരിച്ചത് ആ പൂഷാവിൻ്റെ ദന്തങ്ങളെ വീരഭദ്രൻ കലിംഗരാജാവിൻ്റെ പല്ലുകൾ ബലരാമൻ തല്ലിക്കൊഴിച്ചതുപോലെ നിലം പതിപ്പിച്ചു. കലിംഗരാജാവിൻ്റെ പല്ലുകൾ ബലരാമൻ അടിച്ച് വീഴ്ത്തി. അങ്ങനെ അടിച്ച് വീഴ്ത്തി പല്ലുകൾ ഇല്ലാണ്ടാക്കി. താമസിയാതെ ദക്ഷൻ്റെ മാറിടത്തിൽ കയറിയിരുന്ന ഭഗവാൻ വീരഭദ്രൻ മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട് കഴുത്ത് മുറിച്ചു. ശിരസിനെ വേർപെടുത്താൻ നോക്കിയെങ്കിലും അതിന് ശക്തനായില്ല.
അങ്ങനെ ഇവരെ എല്ലാം അടിച്ച് അവസാനം തമർത്തതിന് ശേഷം ദക്ഷനെ അടിച്ച് താഴെയിട്ട് ദക്ഷൻ്റെ നെഞ്ചത്ത് കയറിയിരുന്നു. എന്നിട്ട് വീരഭദ്രൻ മൂർച്ചയുള്ളൊരായുധം കൊണ്ട്, വാളുകൊണ്ടോ മറ്റോ, ദക്ഷൻ്റെ കഴുത്ത് മുറിച്ചു. ശിരസിനെ വേർപെടുത്താൻ നോക്കിയെങ്കിലും അതിന് ശക്തനായില്ല. മൂർച്ചയേറിയ ശസ്ത്രങ്ങൾ കൊണ്ട് ദക്ഷൻ്റെ ശിരസിനെ മുറിച്ചു വേർപെടുത്താൻ എത്ര ശ്രമിച്ചിട്ടും സാധിക്കാതെ വന്ന ശ്രീശിവൻ്റെ അവതാരം തന്നെയായ വീരഭദ്രൻ കുറേയേറെ നേരം ചിന്തിച്ചു. ഒരുപാട് പരിശ്രമിച്ചിട്ടും ഒരു കാര്യം അതിൻ്റെ ഫലപൂർത്തീകരണത്തിലെത്തുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കണം എന്ന് വ്യാസഭഗവാൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മൾ ഏറ്റെടുത്ത പ്രവൃത്തി പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പരിശ്രമിച്ചിട്ടും ഫലപൂർത്തി ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിർത്തണം, എന്നിട്ട് ചിന്തിക്കണം. അതായത് വികാരത്തിന് വിധേയരായിട്ട് പ്രവർത്തിക്കരുത്. കുറച്ച് നേരമൊക്കെ വികാരത്തിന് വിധേയരായി പ്രവർത്തിച്ചേക്കാം. നമ്മൾ നേരത്തെ കേട്ടു, അതൊക്കെ വിചാരത്തിന് വിധേയരായിട്ടല്ല, വികാരത്തിന് വിധേയരായിട്ടാണ് പ്രവർത്തിച്ചത്. പക്ഷേ എപ്പോഴും വികാരത്തിന് വിധേയരായി പ്രവർത്തിക്കരുത്. ഇടയ്ക്ക് വിചാരത്തിൻ്റെ ധാരകളിലൂടെയും മനസ്സിനെയും ബുദ്ധിയെയും കൊണ്ടുപോകണം. മൂർച്ചയേറിയ ശസ്ത്രങ്ങൾ കൊണ്ട് ദക്ഷൻ്റെ ശിരസിനെ മുറിച്ച് വേർപെടുത്താൻ എത്ര ശ്രമിച്ചിട്ടും, ആദ്യം ഒരു ആയുധം കൊണ്ട് മുറിക്കാൻ ശ്രമിച്ചു, സാധിച്ചില്ല. പിന്നെ പല ആയുധങ്ങൾ കൊണ്ടും പല ശസ്ത്രങ്ങൾ കൊണ്ടും, കയ്യിൽ വെച്ച് പ്രയോഗിക്കുന്നതാണ് ശസ്ത്രം, കയ്യിൽ നിന്ന് വിട്ട് പ്രയോഗിക്കുന്നത് അസ്ത്രം. അപ്പോൾ കയ്യിൽ വെച്ച് പ്രയോഗിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് ദക്ഷൻ്റെ ശിരസിനെ മുറിച്ച് വേർപെടുത്താൻ എത്ര ശ്രമിച്ചിട്ടും സാധിക്കാതെ വന്ന ശ്രീശിവൻ്റെ അവതാരം തന്നെയായ വീരഭദ്രൻ കുറേയേറെ നേരം ചിന്തിച്ചു. സകല പ്രാണികളുടെയും പരിപാലകനായ ഭഗവാൻ വീരഭദ്രൻ, സകല പ്രാണികളുടെയും പരിപാലകനായ ഭഗവാൻ വീരഭദ്രൻ നേരത്തെ ചെയ്ത പ്രവൃത്തികളെല്ലാം ഒന്ന് വിലയിരുത്തേണ്ടതാണ്. അപ്പം ഇത് മുഴുവൻ പ്രത്യക്ഷത്തിൽ വിനാശകരമാണ് എന്ന് തോന്നിയാലും അത് വിനാശകരമല്ല. അതിലേക്കാണ് വരുന്നത്. സകല പ്രാണികളുടെയും പരിപാലകനായ ഭഗവാൻ വീരഭദ്രൻ യജ്ഞപശുവിനെ ശസ്ത്രം കൊണ്ട് കൊല്ലുകയല്ല, സംജ്ഞാപനം എന്ന ക്രിയയിലൂടെ കഴുത്ത് പിടിച്ച് തിരിച്ചു കൊല്ലുകയാണ് വേണ്ടത് എന്ന് ധ്യാനദൃഷ്ടിയ മനസ്സിലാക്കി. അങ്ങനെ ഇയാളെ വെറുതെ കൊന്നപ്പോൾ എല്ലാ കൊലയും ഒരുതരം സാക്രിഫൈസാണ്. എല്ലാ പ്രവൃത്തിയും ഈശ്വരോന്മുഖമായി ചെയ്യണമെന്നും കൂടി വ്യാസഭഗവാൻ ഇവിടെ പറയാതെ പറയുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നിങ്ങൾ അത് ഈശ്വരോന്മുഖരായി ചെയ്യണമെന്നുള്ളതാണ്. ഈശ്വരോന്മുഖരായി ചെയ്യുന്ന ഏതു പ്രവൃത്തിയും ലോക മംഗളത്തിന് കാരണമാകും. സകല പ്രാണികളുടെയും പരിപാലകനായ ഭഗവാൻ ശ്രീ വീരഭദ്രൻ, സകല പ്രാണികളുടെയും പരിപാലകനായ വീരഭദ്രൻ ഇവിടെ കഴുത്ത് ഞെരിച്ചാൽ കൊല്ലേണ്ടത് എന്ന് ധ്യാനദൃഷ്ടി അറിയാൻ പോവുകയാണ്. അപ്പോൾ ഈ പരിപാലകൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഇവിടെ ചിന്തിക്കേണ്ടതാണ്. ഇതൊക്കെ വളരെ ഗഹനമായിട്ടുള്ള അർത്ഥതലങ്ങളെ, പരിപാലനത്തിനും സംഹാരത്തിനും അതീതമായ തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെയും ബോധത്തെയും കൊണ്ടുപോകാൻ കഴിയുന്ന കഥാഭാഗങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സകല പ്രാണികളുടെയും പരിപാലകനായ ഭഗവാൻ വീരഭദ്രൻ യജ്ഞപശുവിനെ ശസ്ത്രം കൊണ്ട് കൊല്ലുകയല്ല, സംജ്ഞാപനം എന്ന ക്രിയയിലൂടെ കഴുത്ത് പിടിച്ച് തിരിച്ചു കൊല്ലുകയാണ് വേണ്ടത് എന്ന് ധ്യാനദൃഷ്ടിയ മനസ്സിലാക്കി. നമ്മുടെ നാട്ടിൽ ശാക്തേയ പൂജയ്ക്ക് ചിലർ കോഴിയെ ബലി കൊടുക്കുന്നത് ഇങ്ങനെയാണ്. വാളുകൊണ്ട് വെട്ടിയിട്ടല്ല ബലി കൊടുക്കുക, കഴുത്ത് തിരിച്ച് പിടിച്ച് കൊല്ലുന്നതിനെ സംജ്ഞാപനം എന്നാണ് വിളിക്കുക. അങ്ങനെ വേണം അത്രേ യജ്ഞപശുവിനെ, യജ്ഞത്തിൽ ബലി കൊടുക്കുന്ന മൃഗത്തെ ബലി കൊടുക്കാൻ. ഉടനടി യജമാനനായ ദക്ഷനെ ഈ യാഗത്തിലെ പശുവാക്കി സങ്കല്പിച്ചുകൊണ്ട് അതേ ഉപായത്തിലൂടെ ശിരസിനെ വേർപെടുത്തി. അങ്ങനെ ഏതൊരു യാഗത്തിൻ്റെ യജമാനനായിരുന്നു ദക്ഷൻ, അതേ യാഗത്തിൻ്റെ യജ്ഞപശുവായി തീർന്നു. ഭഗവാൻ വീരഭദ്രൻ്റെ ആ പ്രവൃത്തി കണ്ടിട്ട് ശ്രീ രുദ്രാനുചരന്മാരായ ഭൂതപ്രേതാദികൾ നല്ലത് നല്ലത് എന്ന് പ്രശംസിച്ചു. ദക്ഷൻ്റെ അനുയായികളാകട്ടെ പ്രതികൂലമായി ശബ്ദിച്ചു. എന്ത് സംഭവിച്ചാലും രണ്ടഭിപ്രായം ഉണ്ടാവും. അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായം ഉണ്ടാകും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതേപോലെ
ആരെന്ത് ചെയ്താലും ശരി, അനുകൂലിക്കുന്നവരുണ്ടാവും, പ്രതികൂലിക്കുന്നവരുണ്ടാവും. അത് ലോക സ്വഭാവമാണ്. എല്ലാവരും ഒരു പ്രവൃത്തിയെ അനുകൂലിക്കില്ല, എല്ലാവരും ഒരു പ്രവൃത്തിയെ പ്രതികൂലിക്കുകയും ഇല്ല. അപ്പം എങ്ങനെ വേണം പ്രവർത്തിക്കാൻ? അവരവരുടെ മനസ്സിൻ്റെ നേരിനനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. ആളുകളുടെ കയ്യടികൾ കേൾക്കുവാൻ വേണ്ടി പ്രവർത്തിക്കരുത്, മനസ്സിൻ്റെ നേരിനനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. ഭഗവാൻ വീരഭദ്രൻ്റെ ആ പ്രവൃത്തി കണ്ടിട്ട് ശ്രീരുദ്രാനുചരന്മാരായ ഭൂതപ്രേതാദികൾ നല്ലത് നല്ലത് എന്ന് പ്രശംസിച്ചു. ദക്ഷൻ്റെ അനുയായികളാകട്ടെ പ്രതികൂലമായി ശബ്ദിച്ചു. ശിവദ്വേഷികളിൽ അഗ്രഗണ്യനായ ദക്ഷൻ്റെ ശിരസിനെ ക്രോധാവിഷ്ടനായ ഭഗവാൻ വീരഭദ്രൻ ദക്ഷിണാഗ്നിയിൽ ഹോമിച്ചു. യാഗശാലയ്ക്കകത്ത് വിവിധ അഗ്നികളുണ്ടാകും. അതിൽ ദക്ഷിണാഗ്നി എന്നു പേരോടുകൂടിയ അഗ്നിയിൽ ആണ് യജ്ഞപശുവിനെ ഹോമിക്കുക. ആ യജ്ഞപശുവിൻ്റെ ശിരസിനെ അവിടെ ഹോമിച്ചു. അതിനുശേഷം യാഗം കഴിഞ്ഞാൽ യാഗശാലയ്ക്ക് തീയിടണം. അതിനുശേഷം യാഗശാലയ്ക്ക് തീയും കൊടുത്തു. ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ കൽപ്പന പൂർണ്ണമായും നിറവേറ്റിയ വീരഭദ്രനും അനുചരന്മാരും കൈലാസത്തിലേക്ക് മടങ്ങിപ്പോയി. ഇപ്പം ഭഗവാന്റെ ആജ്ഞ നിർവഹിക്കുന്നത് യാഗം ചെയ്യുന്നതിന് തുല്യമാണ്. യാഗം ചെയ്യണമെന്നില്ല. ഭഗവാൻ എന്താണോ നമ്മൾ ഓരോരുത്തരെയും കൊണ്ട് നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ളത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആ പ്രവൃത്തി ഒരു യാഗമാണ്. ജീവിതം യാഗമാക്കി മാറ്റേണ്ടത് എങ്ങനെയാണ് എന്നും കൂടി ഭഗവാൻ വേദവ്യാസൻ ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് മുഴുവൻ നേരം സാധനയാക്കി മാറ്റേണ്ടത്, ഒരു യാഗമാക്കി മാറ്റേണ്ടത്. അതിനെന്ത് വേണം? അതിന് ശ്രീരുദ്രൻ്റെ ആജ്ഞ എന്താണ് എന്ന് ആദ്യം തിരിച്ചറിയണം. ഈശ്വരനിൽ നിന്ന് പുറപ്പെട്ട നമ്മൾ ഓരോരുത്തരിലൂടെയും ഈശ്വരൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവൃത്തി മുഴുവനും യാഗസദൃശമായി തീരും. അത് ഈശ്വരാനുഗ്രഹത്തിന് കാരണവും ആയിത്തീരും. ശിവദ്വേഷികളിൽ അഗ്രഗണ്യനായ ദക്ഷൻ്റെ ശിരസിനെ ക്രോധാവിഷ്ടനായ ഭഗവാൻ വീരഭദ്രൻ ദക്ഷിണാഗ്നിയിൽ ഹോമിച്ചു. അതിനുശേഷം യാഗശാലയ്ക്ക് തീയും കൊടുത്തു. ഭഗവാൻ ശ്രീപരമേശ്വരൻ്റെ കൽപ്പന പൂർണ്ണമായും നിറവേറ്റിയ വീരഭദ്രനും അനുചരന്മാരും കൈലാസത്തിലേക്ക് മടങ്ങിപ്പോയി. അപ്പം ഇത് നമ്മൾ വേറൊരു ഭാഗത്തു നിന്ന് നോക്കിയാൽ തികച്ചും വിധ്വംസക പ്രവൃത്തിയാണ്, നശീകരണ പ്രവൃത്തിയാണ്. പക്ഷെ മറ്റൊരു ഭാഗത്തു നിന്ന് നോക്കിയാൽ ഇത് മുഴുവൻ യാഗ സദൃശമായ പ്രവൃത്തികളാണ്. അതാണ് അവസാനം ആ യാഗത്തിന് സഹായകരമായിരിക്കുന്ന യാഗശാലയെ പോലും സമർപ്പിക്കാനായിട്ട് തീയിടുന്നത്. ഏതൊരു യാഗശാലയുടെ പരിരക്ഷയിലാണോ അഗ്നിയിലൂടെ വിവിധ ദേവന്മാർക്ക് ഹവിസുകൾ എത്തിച്ചു കൊടുത്തത്, ആ യാഗശാലയോട് പോലും മമതയില്ല എന്ന് കാണിക്കാൻ അതിനെയും സമർപ്പിച്ചിട്ട് ആണ് യജമാനൻ പോവുക. അതേപോലെയാണ് ഇവിടെ ഇവർ ചെയ്തത്. ഈശ്വര കൽപ്പന യാഗസദൃശമാണത് നിറവേറ്റിയതിന് ശേഷം അവർ കൈലാസത്തിലേക്ക് മടങ്ങിപ്പോയി. ഇവിടെ 5-ാമത്തെ അധ്യായം സമാപിക്കുകയാണ്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ 4th സ്കന്ധേ 5-മോऽധ്യായഃ.